വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഡിഗ്രി ലെവൽ പരീക്ഷയിൽ പ്രിലിമിനറി പരീക്ഷയൊക്കെ വളരെ മികച്ച രീതിയിൽ എഴുതി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് 4 പരീക്ഷകൾ, 4 പോസ്റ്റുകളിലേക്കായിരുന്നു പരീക്ഷ നടത്തിയിരുന്നത്. അപ്പോൾ അതിൽ LSGയുടെ പേപ്പർ 2ന്റെ ഡീകോഡിംഗ് ആണ് ഇന്നത്തെ ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും LSG കിട്ടിയിട്ടുള്ള എല്ലാവരും എന്ന് പറയുന്നത് അതിന് താഴോട്ടുള്ള പോസ്റ്റുകളും നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും ഏതൊക്കെ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജറും, അതേപോലെ തന്നെ SI, ദെൻ മിൽമയിലെ പോസ്റ്റ്, ദെൻ അതേപോലെ തന്നെ LSGI. അപ്പം ഈ പരീക്ഷകളെല്ലാം തന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ LSG പേപ്പർ 2 ഡീകോഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങളിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ആദ്യം സിലബസിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ അവിടെ ഒരു 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും. പക്ഷെ അതൊന്നും അല്ലാതെ തന്നെ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മറ്റ് പരീക്ഷകൾ ഒരുപക്ഷെ നിങ്ങളെ ഇമ്പാക്ട് ചെയ്യുമോ, എഫക്ട് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ അത് തുടങ്ങിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്, പേപ്പർ 2ലേക്ക് പോകുന്നത്. അപ്പം നിങ്ങളിൽ തന്നെ പലർക്കും ഏത് പരീക്ഷയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു ധാരണ ചിലപ്പോൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ടാവത്തില്ല, ഏത് പരീക്ഷയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളത്. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും സിലബസ് ജസ്റ്റ് ഒന്ന് കാണും. പേപ്പർ 2 മാത്രമായിരിക്കും കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. നമുക്കുണ്ടായിരുന്ന മെയിൻസ് പരീക്ഷകൾ എന്ന് പറയുന്നത്, അതായത് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. അസിസ്റ്റന്റ് മാനേജർ, കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ദെൻ മാർക്കറ്റിംഗ് ഓർഗനൈസർ ഇൻ KCMMF, ദെൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് LSGയിൽ സെക്രട്ടറി. അപ്പൊ ഈ പരീക്ഷകളാണ് നമുക്ക് വരാൻ പോകുന്ന മെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 2 പരീക്ഷകളുടെ ഡേറ്റ് നമുക്ക് ഓൾറെഡി കൺഫേംഡ് ആണ്. 10-ലും 26/9-ലുമായിട്ടാണ്. ദെൻ നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഓർഗനൈസർ നവംബറിലായിട്ടായിരിക്കും. അതേപോലെ തന്നെ LSGയുടെ എക്സാമും നമുക്ക് നവംബറിലാണ് എക്സാം ഉണ്ടാവുക. അതിനൊരു സെക്കൻഡ് വീക്കിന് ശേഷമാണ് ഒരു മോസ്റ്റ് പ്രോബബിലിറ്റി ഉള്ളത്. എന്നിരുന്നാലും നമ്മൾ അതിന് മുന്നേ ഒക്കെ ആയിട്ട് സിലബസ് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പരീക്ഷകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട്, അതായത് ആദ്യം നടക്കുന്ന പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക, ദെൻ രണ്ടാമത് നടക്കുന്ന ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ട്, ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. ദെൻ മാർക്കറ്റിംഗ് ഓർഗനൈസർ പോസ്റ്റ് കുറവാണ്, വേക്കൻസീസ് കുറവാണ്, അതുകൊണ്ട് തന്നെ പലരും ഒരുപക്ഷെ അത് അത്ര കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നില്ല. ദെൻ അതിനുശേഷം നമുക്ക് LSGക്ക് പ്രിപ്പയർ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എല്ലാ പരീക്ഷയും അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ലൈക്ക് നിങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പൊ അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പേപ്പറുകളൊന്ന് അനലൈസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും അതേപോലെ തന്നെ LSGയും അതിനെന്ന് പറയുന്നത് സിലബസിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അതിൽ തന്നെ LSGക്ക് എന്ന് പറയുന്നത് 2 പേപ്പറുകളായിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പേപ്പർ ഓക്കെയാണ്, നമ്മൾ പ്രിലിംസിനൊക്കെ കണ്ടിട്ടുള്ള പേപ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ കോമൺ മെയിൻസിനൊക്കെ കണ്ടുവരുന്ന റെഗുലർ ആയിട്ട് കണ്ടുവരുന്ന ടോപ്പിക്കുകളാണ്. ബട്ട് സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് എൻറ്റയർലി ന്യൂ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഫോക്കസ്, ആ പരീക്ഷയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്രയും എക്സാമുകളിൽ നിന്ന് അതൊരു കൺഫ്യൂഷനാണ്. നമുക്ക് ഒരുപക്ഷെ LSG മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയായിരുന്നു. അപ്പം നമ്മൾ ഓരോന്നിലേക്കും പോകുമ്പോൾ നമ്മളുടെ സാധ്യതകൾ എങ്ങനെയാണ് കുറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ LSG വളരെ ക്ലിയർ ആയിട്ട് LSG എന്ന് പറയുന്ന പരീക്ഷയിലേക്ക് മാത്രം വരുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ അസിസ്റ്റന്റ് മാനേജർ, കോപ്പറേറ്റീവ് ബാങ്കും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസറും സിലബസ് സെയിം ആണ്. LSGയുടെ പേപ്പർ 1ലേക്ക് വരുമ്പോഴും ഏകദേശം ഒരു 90% വരെയും ഒക്കെ സെയിം ആണ്. ആ പേപ്പറുകൾക്ക് നമ്മളൊരു സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തിട്ട് ആദ്യം ആ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തിട്ട് LSGയിലേക്ക് വരാതെ പേപ്പർ 1 പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, LSGയുടെ പേപ്പർ 1 പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പരീക്ഷയുടെ ഡേറ്റ് ആകുമ്പം ആ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. അതിനുശേഷം LSGയുടെ പേപ്പർ 2, ഇതോടൊപ്പം തന്നെ LSGയുടെ പേപ്പർ 2 പ്രിപ്പയർ ചെയ്തിട്ട് LSG ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക എന്നുള്ളത്. കാരണം ആ പോസ്റ്റിന്റെ ഒക്കെ പ്രത്യേകത അങ്ങനത്തെയാണ്. അപ്പൊ അതുകൊണ്ട് LSG പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളെല്ലാവരും LSG പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ്. അപ്പൊ LSG പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ ഒരു പേപ്പർ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതായിരിക്കും ലൈക്ക് മൈ ഓപ്ഷൻ. അതായത് ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈ അഡ്വൈസ് എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും. അല്ലാതെ സെപ്പറേറ്റ് ഓരോ പരീക്ഷയുടെയും പിന്നിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മളുടെ സാധ്യതകൾ കുറച്ച് കൊണ്ടുവരുന്നതായി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ LSG പേപ്പറിൽ പേപ്പർ 2 വരുന്നിടത്ത് ആർക്കും തന്നെ വലിയൊരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ പഠിക്കണം, മെറ്റീരിയൽസ് അവൈലബിൾ അല്ല, ക്ലാസ്സുകളുടെ കാര്യമൊക്കെ ഡൗട്ടിലാണ്. അതിന് ഈ ഒരു പറയുന്ന ഒരു 3 മാസത്തിനുള്ളിലായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് എല്ലാവർക്കും, ഈ പരീക്ഷ എഴുതുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരേപോലെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. നമുക്കുള്ള അതേ ടെൻഷൻ തന്നെ ആയിരിക്കും അവർക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലി നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നോട്ട് നിൽക്കേണ്ട കാര്യമില്ല. എല്ലാവരും ആ ഒരു ഐഡിയോളജിയിലൊക്കെ നിന്നുകൊണ്ട് തന്നെയാണ് പ്രിപ്പറേഷൻ നടത്തുക. ആൻഡ് അങ്ങനെ തന്നെയായിരിക്കും അവർ പേപ്പർ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണോ ഈ ഒരു പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ബാധിക്കുന്നത്, അതേപോലെ തന്നെ ആയിരിക്കും മറ്റുള്ളവരെയും അത് ബാധിക്കുക. സോഫാർ ഇതുവരെ അങ്ങനെ ആയിരിക്കും. ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും
ആർക്ക് കിട്ടും, ആർക്കായിരിക്കും പരീക്ഷ എളുപ്പമാവുക എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, നമ്മൾ ആ സിലബസ് കവർ ചെയ്യുക, നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ടെസ്റ്റ് സീരീസും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ LSGI കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരോടായിട്ട് ആദ്യം എനിക്ക് പറയാനുള്ളത്. നമുക്ക് മറ്റുള്ളതിന്റെ സിലബസിലേക്കൊന്നും പോവാതെ തന്നെ LSGIയുടെ സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് LSGI പേപ്പറിന്റെ സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറേയധികം ഡീറ്റെയിൽസ് ഉണ്ട്. ബട്ട് അതിനു മുമ്പ് ഒഫീഷ്യലി ഞാൻ ഈ വെബിനാറിലേക്ക് എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം യു ഓൾ ടു ദിസ് വെബിനാർ. എന്നോടൊപ്പം മൈ നെയിം ഈസ് അജ്മൽ അസീസ്, പ്രിയാമ്പിളിന്റെ ഫാക്കൽറ്റിയാണ്. എന്നോടൊപ്പം ഈ വെബിനാറിന് ഭാഗമായിട്ട് നിങ്ങൾക്ക് പേപ്പർ 2 സബ്ജക്ട്, പേപ്പർ ഹാൻഡിൽ ചെയ്യുന്ന അധ്യാപകർ ഉൾപ്പെടെ ഒരു ടീമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. സോ ഞാൻ ഒരാളായിരിക്കില്ല, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് നൽകുന്നത്. വെബിനാറിലേക്ക് ഞാൻ ആദ്യമായിട്ട് പ്രിയാമ്പിളിന്റെ ഡയറക്ടർ മിസ്റ്റർ അസീർ സാർ, ഇദ്ദേഹത്തെ വെൽക്കം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വെബിനാറിന്റെ ഭാഗമായി നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ അരുൺ സർ, നോയൽ സർ, ദെൻ ആതിരാമ, എല്ലാവരെയും ഞാൻ ഈ വെബിനാറിന്റെ ഭാഗമായിട്ട് ഓൺ ബിഹാഫ് ഓഫ് പ്രിയാമ്പിൾ IAS ഐ വെൽക്കം യു ഓൾ ടു ദിസ് വെബിനാർ. ഞാൻ പേപ്പർ 2ന്റെ ഒരു പാറ്റേണും സിലബസും ഒക്കെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. പേപ്പർ 2 നമുക്ക് പാറ്റേൺ എന്ന് പറയുന്നത് 2 പരീക്ഷകളാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി മോർണിംഗ് ആൻഡ് ഈ ആഫ്റ്റർനൂൺ സെഷൻ എന്നുള്ള ഒരു രീതിയിലായിട്ടായിരിക്കും വരിക. അപ്പം 2 പേപ്പറുകളാണ് നമുക്കുള്ളത്, 100 മാർക്കിന്റെ വീതമുള്ള 2 പേപ്പറുകൾ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 2 പേപ്പറും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ആൻഡ് പേപ്പർ 2 ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ്, ഈ 2 പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജനറൽ സ്റ്റഡീസ് മോസ്റ്റ് ഓഫ് യു നോ അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിയാം. പക്ഷെ നമുക്ക് ഇവിടെ വരുമ്പോഴേക്കും ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പേപ്പർ 1 പേപ്പർ 2 സെപ്പറേറ്റ് ചെയ്ത് കാണണ്ട. കാരണം സംടൈംസ് യു ക്യാൻ സി പോർഷൻസ് എന്നൊക്കെ പറയുന്നത് റിലേറ്റഡ് ആണ്. ചിലയിടത്തെങ്കിലും ചില ടോപ്പിക്കെങ്കിലും ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ടാവും, സബ്ജക്റ്റുകൾ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ രണ്ടും ഒരേപോലെ തന്നെ കണ്ടാൽ മതി. അപ്പൊ നമുക്ക് 2 പേപ്പറുകളുടെയും ആ ഒരു പാറ്റേൺ ഒന്ന് കണ്ടു നോക്കാം. സോ പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ നോളജിന്റെ അണ്ടറിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടി ഒന്ന് നോക്കി പോവാം. ഹിസ്റ്ററി 10 മാർക്കിനുണ്ട്, ജോഗ്രഫി 10 മാർക്കിനുണ്ട്. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 15 മാർക്കിനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പേപ്പർ 2ലേക്ക് പോകുമ്പോൾ അവിടെ ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെയും 15 മാർക്ക് വരുന്നുണ്ട്. സോ നമ്മൾ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്യൂർലി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, ഇന്ത്യൻ പൊളിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പിന്നിൽ നിന്ന് തുടങ്ങുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ PSCയിൽ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ സിലബസ് ഒക്കെ സാർ അതാത് അധ്യാപകർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു ടോപ്പിക്, ഈ 2 ടോപ്പിക്കിൽ നിന്നായിട്ട് 15+15 30 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ദെൻ അതിനുശേഷം വരുന്ന ജനറൽ സ്റ്റഡീസിലെ ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി തൽക്കാലത്തേക്കായിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. നമുക്ക് അതിനുശേഷം അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കറന്റ് അഫേഴ്സ് ആണ്. സോ ഈ കറന്റ് അഫേഴ്സിൽ നമുക്ക് 15 മാർക്സ്, അതായത് കറന്റ് ഇവന്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 15 മാർക്കിനായിട്ടാണ് ചോദിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പോളിറ്റി നോക്കി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ 15 മാർക്സിനാണ് എന്തെന്ന് പറയുന്നത് അതേ മാർക്ക് വീറ്റേജ് വരുന്ന കറന്റ് അഫേഴ്സ് പോർഷൻ വരുന്നത്. ദെൻ അതിനുശേഷം നിങ്ങൾ എല്ലാവരും നമ്മളുടെ പ്രിലിമിനറി പരീക്ഷ എഴുതിയപ്പം 48 സംതിങ് കട്ട് ഓഫ് വന്നപ്പം അതിൽ ഓൾമോസ്റ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു അതിന്റെ പകുതിയിലേറെ മാർക്ക് നേടിത്തന്ന ഒരു പോർഷനാണ് സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജിൽ നിന്നുള്ള, മലയാളത്തിൽ നിന്നുള്ള ചോദ്യം എന്ന് പറയുന്നത്. അതായത് 50 മാർക്കിന്റെ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ ഈ പേപ്പർ ക്ലിയർ ചെയ്യാനുള്ള പ്രധാന റീസണും അത് തന്നെയായിരിക്കും. ഒരു 24 എബോവ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു പേപ്പർ തന്നെയാണ് ഇവിടെയും വന്നത്. അപ്പൊ ഈ പേപ്പറിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 30 മാർക്കിന് മാത്രമേ ഉള്ളൂ എന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോഴും എന്താണ്, ആ ഒരു 25 മാർക്കിന് എടുത്തെങ്കിലും സ്കോർ ചെയ്യത്തക്ക രീതിയിൽ ആ പേപ്പറും ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് ഇത്രയും അടങ്ങുന്നതാണ് നമ്മളുടെ പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പൊ പേപ്പർ 1 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ കറന്റ് അഫേഴ്സ്, ദെൻ ആ സിമ്പിൾ അരിത്തമെറ്റിക്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം പോർഷൻ, ഇത് ഇത്രയുമാണ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മളുടെ പ്രിലിമിനറി പരീക്ഷയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പോർഷനാണ് ഇത്രയും വരുന്നതെന്ന് പറയുന്നത്. ദെൻ നമുക്ക് ലൈഫ് സയൻസും ഫിസിക്സും കെമിസ്ട്രിയുമാണ് വരുന്നത്, ടോട്ടൽ 20 മാർക്സിന്. ഇത് പല കുട്ടികളും നമ്മളോട് സംസാരിക്കുന്ന സമയത്തുമൊക്കെ, ക്ലാസ് എടുക്കുന്ന സമയത്തുമൊക്കെ പല കുട്ടികളും ഇതൊരു മെയിൻസ് ഓറിയന്റഡ് ടോപ്പിക് ആയിട്ടാണ് വരുന്നത് മിക്കവാറും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ടും പിന്നെ സിലബസിൽ നിന്ന് വളരെ വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് കൊണ്ടും മാർക്ക് വീറ്റേജ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഒരല്പം കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും ദെൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഡെപ്ത് ഒക്കെ വളരെ വളരെ കൂടുതലാണ്. നമ്മൾ പെട്ടെന്നൊരു മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കവർ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ, അല്ലെങ്കിൽ അത്ര വൃത്തിയായിട്ട് പഠിക്കാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചിലരെങ്കിലും ആ പേപ്പറിൽ
അല്ലെങ്കിൽ അത് അത്രയും പഠിക്കണമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത അത്രയും ടോപ്പിക്ക് നമ്മൾ റെഡിയാക്കി അല്ലെങ്കിൽ ഓക്കെ ആക്കിയതിന് ശേഷം ഇതിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണെങ്കിൽ അങ്ങനെ 10 മാർക്സ് കിട്ടും, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണെങ്കിൽ അങ്ങനെ നമ്മൾ രണ്ടും കൂടെ 10 മാർക്സ്. അപ്പൊ അതിൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങളുടെ അതായത് അറിയാവുന്ന ടോപ്പിക് ഏതാണോ എന്നതും അറിയാൻ വയ്യാത്തത്, കെമിസ്ട്രി തീരെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ പഠിച്ച് മാസ്റ്റർ ചെയ്യാൻ നിൽക്കേണ്ട. ഫിസിക്സിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ധാരണയൊക്കെ ഉള്ള ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ എല്ലാവർക്കും അതിലൊരു ഗോ എന്ന രീതിയിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ പേപ്പർ 1 കാണുക. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പൊളിറ്റി എവിടെ വരുന്നുണ്ട്? പേപ്പർ 2 വരുന്നുണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുക. ദെൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും 10 മാർക്കിന് വീതമാണുള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളുടെ എണ്ണം ഇവിടെ കൂടുതലായിരിക്കുമല്ലോ. ഇപ്പൊ ടോപ്പിക്ക് കവർ ചെയ്യുന്നത് വളരെയധികം കൂടും. 10 മേഖലകളിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളായിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ സിലബസിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് പേപ്പർ 1 ഒരു ഗോ എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് 60 മാർക്കിൽ കുറയാതെയുള്ള ഒരു ടാർഗറ്റ് ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അതായത് ഇപ്പം നമ്മൾ പേപ്പർ ലൈക്ക് പ്രിലിമിനറി പരീക്ഷയിൽ 50 ആണ് നമുക്ക് വേണ്ടിയിരുന്ന കട്ട് ഓഫ് എങ്കിൽ, ഇവിടെ നമ്മളുടെ ടാർഗറ്റ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയേണ്ടത് 60 മാർക്ക്. അതിന് താഴെ വരാൻ പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ ഉണ്ടാവേണ്ടത്. അതിന് മുകളിലുള്ള നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് താഴെ പോയാൽ നമ്മളുടെ ആ ഒരു മെയിൻസിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതിന്റെ സാധ്യതകൾ കുറഞ്ഞു തുടങ്ങും. ഇത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. നൗ കമ്മിങ് ടു പേപ്പർ 2, ഇതിന്റെ സിലബസ് ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടാവില്ല. കാരണം ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുകളാണ്, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കറണ്ട് അഫേഴ്സിനെ പറ്റിയിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കറണ്ട് അഫേഴ്സിൽ എങ്ങനെയാണ് കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ 15 മാർക്കിന്റെ കറണ്ട് അഫേഴ്സ് ഉണ്ട്, എത്ര വരെ പഠിക്കണം, ഏതൊക്കെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത് എന്നൊക്കെ ഉള്ളത്. ആ ഒരു പോർഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. പ്രിയാമ്പിളിന്റെ തന്നെ മിസ്റ്റ് എന്ന പേരിൽ നമ്മളൊരു കറണ്ട് അഫേഴ്സിന്റെ മാഗസിൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊരു 6 മാസത്തെ കാലയളവിലുള്ള കറണ്ട് അഫേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഓരോ പബ്ലിക്കേഷൻസും ഉണ്ടാവുന്നത്. അതായത് 6 മാസത്തേക്കുള്ള കണ്ടന്റിന്റെ ഒരു ബുക്കായിട്ടാണ് പബ്ലിക്കേഷൻ ഉണ്ടാവുന്നത്. ലൈക്ക് ജനുവരി, ജൂൺ, ദെൻ ജൂലൈ ടു ഡിസംബർ എന്നുള്ള ഒരു രീതിയിൽ. ഈ വർഷത്തെ മിസ്റ്റിന്റെ ജനുവരി, ജൂൺ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പുള്ള 2023 ജൂലൈ, ഡിസംബറും നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾ ബുക്ക് വായിച്ച് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, നമ്മൾ കറണ്ട് അഫേഴ്സിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ്, അതായത് PSC പരീക്ഷകളിൽ നിലവിൽ ചോദിക്കുന്ന കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ LD പരീക്ഷയിൽ നിന്ന് തന്നെ പറയാം, ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നമ്മൾ അതിന്റെ ഒരു ടൈം പീരീഡ് ഒന്ന് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചോദ്യങ്ങളുടെ നേച്ചർ ഓക്കെ എപ്പോഴും നമുക്കറിയാവുന്നതാണ്, അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നത്, അതായത് മേജർ കറണ്ട് ഇവന്റ്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ബട്ട് ആ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ടൈം പീരീഡ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, you can see around 60% of the questions are asked from the past 6 months. അതായത് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് കറണ്ട് അഫേഴ്സിലെ 60% ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഈ ജൂലൈ 27 നടന്ന പരീക്ഷയിൽ ജൂലൈ 4 നടന്ന അപ്പോയിന്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് മോസ്റ്റ് റീസെന്റ്, പറ്റാവുന്നത്ര റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മുതൽ അതിന് മുന്നേ ഉള്ള 6 മാസം വരെയുള്ള കാലയളവിൽ നിന്ന് അറൌണ്ട് 60% ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ഇത് എപ്പോഴും ഒരേപോലെ പാറ്റേൺ നിലനിൽക്കണമെന്നില്ല. മോർ ക്വസ്റ്റ്യൻസ്, കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കുന്നത് എവിടെ നിന്നാണ്? കഴിഞ്ഞ 6 മാസത്തിൽ നിന്നാണ്. ദെൻ അതിന് മുന്നേ ഉള്ള 6 മാസത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഒരു 30 to 40% ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു 25 to 30% ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതിനു മുന്നേ ഉള്ള 6 മാസത്തിൽ നിന്നാണ്. ദെൻ അതിനു മുന്നേ ഉള്ള മാസങ്ങളിൽ നിന്നുള്ള, അത് വർഷങ്ങൾ കണക്കിലേക്കൊന്നും പോകുന്നില്ല, 1.5 year വരെയൊക്കെ ആവും. അപ്പോഴേക്കും അവിടെ നിന്നുള്ള 1 or 2 ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓരോ ചോദ്യം വെച്ചിട്ടൊക്കെ നമ്മൾ പലയിടങ്ങളിലുമായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് എന്തെന്ന് പറയുന്നത്, കറണ്ട് അഫേഴ്സിന്റെ ചോദ്യങ്ങളുടെ ഒരു പിക്ക് ചെയ്തിട്ടുള്ളത്, PSC പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിന്ന് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പഠനം എന്ന് പറയുന്നത് സോഫാർ എന്താണ് 2 years ബാക്കിലേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ 3 yearsന്റെ ഒക്കെ ബുക്കുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളൊക്കെ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് കറണ്ട് അഫേഴ്സിന്റെ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു അനാലിസിസ് ബുക്കിന്റെ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്യുവർ കറണ്ട് അഫേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുന്ന ഒരു പതിവ് സാധാരണ എല്ലാവർക്കും ഇല്ല. നമ്മൾ എന്താണോ കറണ്ട് അഫേഴ്സിൽ നടന്നൊരു കാര്യം അത് മാത്രമായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്.
പക്ഷെ നമ്മൾ ആ ഒരു റിലേറ്റഡ് ടോപ്പിക് കൂടി ഒന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫേഴ്സിന് പുറത്തു നിന്ന് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ചില ചോദ്യങ്ങളെങ്കിലും, അതായത് 5 മാർക്കിന്റെ ഒരു ചോദ്യത്തിൽ 1 മാർക്കിന്റെ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യങ്ങളെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് പഠനത്തിലൂടെ നമുക്ക് അതും കൂടി ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് എല്ലാ ടോപ്പിക്കിൽ നിന്നും കേട്ടോ. കാരണം ഈ സ്പോർട്സ്, ജിയോഗ്രഫി എന്നൊക്കെ പറയുന്നത് കുറേയധികം കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആണ്. അപ്പൊ അതിൽ പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കറണ്ട് അഫേഴ്സ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വാർത്തയെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു അനാലിസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ വായിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടോപ്പിക്കിൽ കൂടി നിന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെ നമുക്ക് ലഭിക്കുന്നതാണ്. അത് മിസ്റ്റിന്റെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു തുടക്കം തന്നെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് കറണ്ട് അഫേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നുള്ളത്. ഈ വർഷത്തെ ബഡ്ജറ്റ് ആൻഡ് എക്കണോമിക് സർവേ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പുതിയ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഒരു സജഷൻ ആണ് പറഞ്ഞത്. നിങ്ങൾ ഈ ഒരു ബുക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബുക്ക് ലൈക്ക് സെക്കൻഡ് ബുക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക മാക്സിമം. ദെൻ ഫസ്റ്റ് ബുക്ക് കൂടി വായിക്കുക. നിങ്ങൾക്ക് മാക്സിമം 15 മാർക്കിന്റെ ചോദ്യത്തിൽ നിന്ന് എബൌട്ട് 10 ഷുവർ ആണ്. 10 to 14 വരെയൊക്കെ ഷുവർ ആണ്. പിന്നെ മിസ്സാവാനുള്ള സാധ്യതകളുണ്ടല്ലോ, ടോപ്പിക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ വായിക്കുമ്പോഴും മിസ്സാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ 10 to 14 നിങ്ങൾക്ക് ഷുവർ ആണ്. 90% ഞാൻ അഷ്യൂരിറ്റി പറയുകയാണ്. അത് പ്രീവിയസ് ഇയർ എക്സാമുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കറണ്ട് അഫേഴ്സ്. കറണ്ട് അഫേഴ്സിന് ഒരു ക്യാപ്സ്യൂൾ ഒക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. നൗ ഗോയിങ് ടു ദി ഡിസ്കഷൻ ഓഫ് പേപ്പർ 2. പേപ്പർ 2വിന്റെ ഡിസ്കഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം. നമുക്ക് 8 ടോപ്പിക്കുകളാണ് ഇവിടെ പഠിക്കാനായിട്ട് വരുന്നത്. 8 ടോപ്പിക്കുകൾ. മാർക്ക് വെയിറ്റേജ് ഈക്വൽ അല്ല, ഡിഫറെന്റ് ആയിട്ടാണ് മാർക്ക് വെയിറ്റേജ് വരുന്നത്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഇന്ത്യൻ പൊളിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ കുറച്ചുകൂടെ വിശാലാർത്ഥത്തിൽ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ LSG അല്ലേ, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എങ്ങനെ ഇവോൾവ് ചെയ്തു വരുന്നു എന്നൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. 15 മാർക്സിന് ആ പോർഷൻ ഉണ്ട്. ദെൻ ഇന്ത്യൻ ഇക്കോണമി 15 മാർക്സ്, റൂറൽ ഡെവലപ്മെന്റ് 15 മാർക്സ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ 15 മാർക്സ്. എല്ലാം സെൽഫ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള LSGയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളാണ്. ദെൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് 12 മാർക്സ്, കോൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് 12 മാർക്സ്, അർബൻ ഗവേണൻസ് ആൻഡ് ഗവേണൻസ് 8 മാർക്സ് വീതമുണ്ട്. അപ്പൊ ഇതിൽ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് മോർ ഓർ ലെസ് നമ്മളുടെ പേപ്പർ ലൈക്ക് പ്രിലിമിനറി പരീക്ഷയുടെ, കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ എൻവയോൺമെന്റ് ടോപ്പിക്കിൽ, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ KESന്റെ സിലബസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലും ഗവേണൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഗവേണൻസ് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോളജ് ഉള്ളതാണ്. ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഓൾറെഡി അറിയാവുന്നതൊക്കെയാണ്. പക്ഷെ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് കാണുമ്പോൾ കുറേയധികം ടോപ്പിക്കുകൾ നമുക്ക് തീരെ പരിചയമില്ലാത്തതൊക്കെ ഉണ്ടാവും. പിന്നെ അത്രയും ഡീറ്റെയിൽഡ് ടോപ്പിക്കുകൾ തരുന്നത് കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അത്രയും എക്സ്റ്റെൻഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇതിൽ നിന്നും എല്ലാം ന്യൂ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിഫിക്കൽട്ടി ലെവൽ പേപ്പർ 1നേക്കാളും കൂടുതലായിരിക്കും. കാരണം പുതുതായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്. ചോദ്യങ്ങളും മെയിൻസ് പരീക്ഷയുടെ ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഈ കുറഞ്ഞ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുന്നു എന്നുള്ള ഫാക്ടേഴ്സ് ഇതൊക്കെ വരുന്നുണ്ടാവും. ദെൻ ഒരു ദിവസമാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രഷർ, പേപ്പർ 1ഉം പേപ്പർ 2ഉം അറ്റൻഡ് ചെയ്യുക, പേപ്പർ 2 ഉച്ചയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ 2 ഒരു ഗുഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ തന്നെ നമുക്ക് എന്താണ് ഒരു 40 എബോവ് എന്നുള്ള രീതിയിൽ, ഞാനൊരു ബാർ ലിമിറ്റ് ചെയ്യുകയല്ല, 40 എബോവ് എന്നുള്ള ഒരു രീതിയിൽ, അതിൽ കുറയാൻ ഒരിക്കലും പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോഴേ തന്നെ കൺസിഡർ ചെയ്തിരിക്കുക. അപ്പോൾ ടോട്ടൽ 100 എബോവ് മാർക്ക് നമുക്ക് 2 പേപ്പറിലൂടെ ആയിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കണം എന്നുള്ളൊരു രീതി ആയിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ബട്ട് റിമെമ്പർ, പഠിച്ചു വന്നതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിന് ശേഷം ഒക്കെ മാത്രമേ നമുക്കൊരു ലിമിറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ് 40 എബോവ് നിങ്ങൾ ഷുവർ ആയിട്ടും ഈ പേപ്പറിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു 40 നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ക്ലിയർ ദ മെയിൻസ് ഓഫ് ദിസ് എക്സാമിനേഷൻ. ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസിലേക്കാണ് പോകുന്നത്. ആൻഡ് ഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് റെസ്പെക്റ്റീവ് ഫാക്കൽറ്റീസ് ഓഫ് ഈച്ച് സബ്ജക്ട്. So for detailed analysis of Indian polity topic, I would like to welcome Dr. Arun sir. Hi Ajmal. Good evening all. Myself Dr. Arun Shashi. ഒരു ഡോക്ടറൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പാലക്കാട് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയുടെ ഫാക്കൽറ്റിയാണ്. UPSCയുടെ സിവിൽ സർവീസിന്റെ എക്സാമിനേഷന്റെ ഇന്റർവ്യൂ ഒരു 3 തവണ അറ്റൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ KSന്റെ മെയിൻസ് എഴുതിയിരുന്നു.
ഇപ്പോൾ ഈ എക്സാമും നിങ്ങളുടെ കൂട്ടത്തിൽ പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാനായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇ ഗവേണൻസ്, അതുപോലെ തന്നെ ലൈക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെൻ കുറച്ച് നമ്മളുടെ ഈ പറയുന്ന രീതിയിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ടോപ്പിക്കുകൾ എടുക്കുന്നത്. ഓക്കെ. സോ ആദ്യം എനിക്ക് പറയാനുള്ളത് കൺഗ്രാജുലേഷൻസ്. കാര്യം ഇത്രയും വലിയ ഒരു പരീക്ഷ, ഇത്രയും ആക്ച്വലി ലൈക്ക് 3 സ്റ്റേജ് ആയിട്ട് നടന്ന ടഫായിട്ടുള്ള ഒരു പരീക്ഷയുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ആക്ച്വലി ക്ലിയർ ചെയ്തു എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു കൺഗ്രാജുലേഷൻ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് അജ്മൽ സർ പറഞ്ഞ പോലെ നമുക്കൊരു ഫസ്റ്റ് പേപ്പറിനേക്കാളും ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് വരുന്നത് സെക്കൻഡ് പേപ്പർ തന്നെയായിരിക്കും. കാര്യം ഈ ഫസ്റ്റ് പേപ്പർ നമ്മൾ PSC പഠിക്കുന്നവരെല്ലാം വളരെ കാലം കൊണ്ട് തന്നെ പഠിച്ച് പഴകിയിട്ടുള്ള രീതിയിലുള്ള ഒരു പേപ്പർ ആയിരിക്കും ഏത് നമ്മളുടെ ഈ പറയുന്ന രീതിയിലുള്ള ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. ബട്ട് സെക്കൻഡ് പേപ്പർ ദാറ്റ് വിൽ ബി ദ ഡിസൈഡിങ് കൈൻഡ് ഓഫ് തിങ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാമിനേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ, രണ്ടും ഒരു ദിവസം തന്നെ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കുള്ള പ്രഷർ വളരെ കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും രാവിലെ ആദ്യത്തെ പേപ്പറിനായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഈ ഫസ്റ്റ് പേപ്പർ ഡൗൺ ആയാൽ പോലും അത് നമ്മളുടെ സെക്കൻഡ് പേപ്പറിനെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നമ്മളെ മെന്റലി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് നവംബർ വരെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് ഇത് നേടാൻ പറ്റും, നമ്മളിത് നേടും എന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത്. ആ കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ സെക്കൻഡ് പേപ്പർ ഉണ്ടല്ലോ, ഈ സെക്കൻഡ് പേപ്പറിനകത്തുള്ള ക്യാച്ചി ടോപ്പിക്സ് ഉണ്ട്. അതായത് അധികം പേർക്ക് അറിയാത്ത രീതിയിലുള്ള, നമ്മൾക്ക് ഒരു എഡ്ജ് വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സ് ആണ് നമുക്കിവിടെ പറയുന്നത്. സോ അതിൽ ഏറ്റവും ലാസ്റ്റിലത്തെ ടോപ്പിക്കാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. സോ ഒരു ഇ ഗവേണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഗവേണൻസ് എന്ന് പറയുന്നതിനെ സ്മാർട്ട് ഗവേണൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അതായത് സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്പെറന്റ് ഗവേണൻസ്. സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്പെറന്റ് ഗവേണൻസ് എന്നുള്ള രീതിയിൽ പറയും. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ആ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബൂം ഉണ്ട്. ഇപ്പൊ 5G വരുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിലാണ്. ഇപ്പൊ ഈ ഒരു PSCയിൽ പോലും എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സൈറ്റിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഗവൺമെന്റ്, ഈ ഗവേണൻസ്, അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു ബിസിനസ് ആൻഡ് ഗവൺമെന്റ് ടു എംപ്ലോയീസ് കൈൻഡ് ഓഫ് മോഡൽസ് എന്ന് പറയുന്ന ഒരുപാട് തരത്തിലുള്ള മോഡൽസ് ഉണ്ട്. സോ ആ കോൺസെപ്റ്റ്സ് എല്ലാം G2B, G2C, G2G, അത്തരത്തിലുള്ള മോഡൽസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഇച്ചിരി കാര്യമായിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ദെൻ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഗവൺമെന്റിന്റെ ആയിട്ടുള്ള, ഇന്ത്യ ഗവൺമെന്റിൻ്റെതായിട്ട് തന്നെയുള്ള ബറോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഗുരുജി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് തന്നെ, സോറി നോട്ട് വെബ്സൈറ്റ്, ആക്ച്വലി ഗൂഗിൾ പോലെയുള്ള ഒരു ലൈക്ക് ഒരു ബ്രൗസർ തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഇറങ്ങി ഒരു ലോക്കൽ ഗവേണൻസിൽ ഈ ഗവേണൻസിന്റെ കൺസെപ്റ്റ് എന്താണ്, അതായത് ഈ ക്രാന്തി എന്ന് പറയുന്ന രീതിയിലുള്ള പ്രോജക്ട്സ് ഉണ്ട്, സ്മാർട്ട് ഗവേണൻസ് പ്രോജക്റ്റുകൾ ഉണ്ട്, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ മിഷൻ മോഡ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ട്. അതുപോലെ നമ്മളുടെ കേരളത്തിന്റെ മാത്രമായിട്ടുള്ള തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഈ ഗവേണൻസിന്റെ പ്രോജക്റ്റുകൾ. സോ അത്തരത്തില് ഇവിടെ മേജർ ഇ ഗവൺമെന്റ് പ്രോജക്ട്സ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെൻട്രൽ ലെവലിൽ മാത്രമല്ലടോ, നമുക്ക് ഹൈദരാബാദിൽ, അതായത് തെലങ്കാനയിൽ, ആന്ധ്രയിൽ, കേരളത്തിൽ, ഇപ്പൊ ഗോവയിൽ, അങ്ങനെ ഓരോരുത്തടത്തും തുടങ്ങിയിട്ടുള്ള ഇ ഗവേണൻസ് പ്രോജക്റ്റുകളുടെ ഈ പേരെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും കുറഞ്ഞത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്തേക്ക് പോകുമ്പോൾ ഇത് ഓരോന്നും വർക്ക് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ ഒരു സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഏതൊരു രീതിയിലാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കുവാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇ ഗവേണൻസ് കൊണ്ടുണ്ടായ സ്മാർട്ട് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ട്, അതുപോലെ അതിന്റെ ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ദീസ് ആർ മോർ കൈൻഡ് ഓഫ് ടെക്നിക്കൽ കൈൻഡ് ഓഫ് തിങ്. നിങ്ങളിൽ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിസിനസ് മോഡൽ, MBA ഒക്കെ പഠിച്ചിട്ടുള്ളവരല്ലാത്തവർക്ക് കുറച്ച് പാടാകാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റംസും ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസും എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന് പറയും. ബട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നമ്മളുടെ മിസ്റ്റിൽ തന്നെ ഇതിന്റെ കുറച്ച് ഡോക്യുമെന്റ്സ്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഇത് ഇത്തിരി കാര്യമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഈ ഒരു ഇ ഗവേണൻസിന്റെ 8 മാർക്കിനകത്ത് മിക്കവാറും 1-2 ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയിരിക്കും. ഏതെങ്കിലും സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഇ ഗവേണൻസ് അത്തരത്തിലുള്ള പ്ലാനുകളായിരിക്കും.
2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള കോൺസെപ്റ്റിൽ നിന്നും മേജർ ഇ ഗവേണൻസ് പ്രോഗ്രാമിൽ നിന്നുമായിരിക്കും. ബാക്കി 4 ക്വസ്റ്റ്യൻസിനും സാധ്യതയുള്ളത് അഡ്വാൻറ്റേജ് ആസ് വെൽ ആസ് ആക്ച്വലി ഡിസിഷൻ സപ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് സിസ്റ്റംസ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. സോ അങ്ങനെ ഒരു നാഷണൽ കോൺഫറൻസ് ഓഫ് ഇ ഗവേണൻസ് നടന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനപ്പുറം ഒരു ഡിജിറ്റൽ എക്കോണമിയും അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന രീതിയിൽ ഡിജിറ്റൽ സർവീസ് സ്റ്റാൻഡേർഡുകൾ അടക്കം നെസ്ഡ NESDA അടക്കമുള്ള പലതരത്തിലുള്ള സർവീസ് ഡെലിവറി അസസ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്. സോ അത്തരത്തിലുള്ള സിസ്റ്റംസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, 12 മാർക്കിന്റെ ടോപ്പിക്കാണ്, 12 മാർക്കിന്റെ കൈൻഡ് ഓഫ് ടോപ്പിക്കാണ് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷനും അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷനുമാണ്. സി നമ്മളുടെ കോൺസെപ്റ്റ്സ് തുടങ്ങുന്നത് അവിടെയാണ്. എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ? അതുപോലെ അധികാര വികേന്ദ്രീകരണമാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ ആ ഒരു രീതിയിൽ ഡീകോൺസെൻട്രേഷൻ, ഡെലിഗേഷൻ ആൻഡ് ഡെവല്യൂഷൻ, 3 ഡിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡീകോൺസെൻട്രേഷൻ ആസ് വെൽ ആസ് ഡെലിഗേഷൻ ആസ് വെൽ ആസ് ഡെവല്യൂഷൻ ഓഫ് പവേഴ്സ്. സി ഈ ഒരു 3 കോൺസെപ്റ്റും, ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മളുടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് 1969 നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ, പഴയ പ്ലാനിംഗ് കമ്മീഷൻ, ഇപ്പൊ നീതി ആയോഗാണ്, നമുക്ക് അത് ഇതിനകത്ത് വരും. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, NDC അവ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന രീതിയിൽ ഒരു 1969 ഈ കോൺസെപ്റ്റ് 1957 തൊട്ടേ ഉണ്ട് ഇന്ത്യയിൽ. ഒരു ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിൽ തന്നെ ഡീസെൻട്രലൈസേഷൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു 1969 നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസ്ട്രിക്ട് പ്ലാനിങ്ങിന്റെ മോഡൽ ഉണ്ട്. സോ അത്തരത്തിലുള്ള ഒരു മോഡൽ തൊട്ട് ഒരുപാട് തരത്തിലുള്ള മോഡലുകൾ, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്, ഇൻക്ലൂസീവ് പ്ലാനിങ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ അത്തരത്തിലുള്ള കുറച്ച് കോൺസെപ്റ്റ്സ്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്ലാനിങ് എന്താണ്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് എന്താണ്, അതില് കേരളത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സ് ഉണ്ട്. കേരള പ്ലാനിംഗ് കമ്മീഷൻ, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ സൈറ്റിലുണ്ട്. അതിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. സോ അത്തരത്തിലുള്ള പ്ലാനിങ് പ്രോസസ്സുകൾ എന്താണ്, അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രാമസഭാസ്. സി ഇത്രയും ക്വസ്റ്റ്യൻ വരാനുള്ള മറ്റൊരു കാര്യം, ഇത് LSDയുടെ എക്സാം ആണ് എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ഒരു 73rd 74th അമെൻമെന്റ് ഉണ്ട്. ആ 73rd 74th അമെൻമെന്റ് വന്നിട്ട് 30 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 30 years of actually like this kind of 73rd and 74th amendment, നഗരപാലിക ആൻഡ് പഞ്ചായത്ത് രാജ് അമെൻമെന്റ്. സോ അതുകൊണ്ട് തന്നെ ഈ 30 വർഷത്തെ പഞ്ചായത്ത് രാജിന്റെ അല്ലെങ്കിൽ നഗരപാലികയുടെ ഒരു അസസ്മെന്റ് നടക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. ആ ഒരു അസസ്മെന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ നടത്താൻ പറ്റുന്നത് ഗ്രാം സഭാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പീപ്പിളിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോട്ടൽ പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. സോ ഇന്ത്യ നമുക്കൊരു ഡെമോക്രസി ആണ് എന്ന് പറഞ്ഞാലും ഇന്ത്യയെ ഒരിക്കലും നമുക്കൊരു ട്രൂ ഡെമോക്രസി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഇലക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നമുക്ക് ബാക്കിയുള്ള പൊളിറ്റിക്കൽ ടൂൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ടൂൾസ് ആയിട്ടുള്ള നമ്മളുടെ ഈ പറയുന്ന രീതിയിലുള്ള റീകോളോ അല്ലെങ്കിൽ റെഫറൻഡമോ പ്ലബിസൈറ്റോ ഇനിഷ്യേറ്റീവുകളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എന്തല്ല, അവൈലബിൾ അല്ല. എന്നാൽ ഗ്രാമസഭയിൽ നമുക്ക് ഇത്തരത്തിലുള്ള അങ്ങോട്ടേക്ക് നിർദ്ദേശങ്ങൾ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സിന്റെ ഒരു ചാൻസ് ഉണ്ട്. ഈ പറയുന്ന രീതിയിൽ ഒരു റഫറൻഡം അല്ലെങ്കിൽ പോലും അവിടെ ഒരു ഡെലിഗേഷൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഗ്രാമസഭയിൽ നടക്കുന്നുണ്ട്. ആ ഒരു ഗ്രാമസഭയും അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ലോക്കൽ ഡെവലപ്മെന്റ് പ്ലാനുകൾ നടക്കുന്നു എന്നുള്ളതും ഇതിനകത്ത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി, ഇറ്റ് സെക്ടറൽ പ്ലാൻസ് ആൻഡ് സ്പെഷ്യൽ കമ്പോണന്റ് പ്ലാൻസ് മഗപ്പ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അതിൽ കുറച്ച് പോയിന്റ്സും കുറച്ച് കാര്യങ്ങളുണ്ട്, കാണാതെ പഠിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അതിൽ നമുക്ക് അങ്ങനെ അതിന്റെ ഒരു ഇൻസൈഡിലേക്ക് ഒരുപാട് കയറേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. ബട്ട് സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മഗപ്പ് ചെയ്യാനുള്ള ഒരു ഐറ്റം നമുക്ക് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയിലും സെക്ടറൽ പ്ലാനുകളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ലൈക്ക് ദന്തേവാഡ വർക്കിംഗ് ഗ്രൂപ്പ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അശോക് മേത്ത കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ 7th പ്ലാനിംഗ് കമ്മീഷന്റെ 7th പ്ലാനിനകത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സേവോത്വ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലിൽ നിന്നുള്ള കാര്യങ്ങളുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം കുറച്ചേറെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ
ഒരു ക്യാച്ചി ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മളെ സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കേരളത്തിന്റെ ട്രൈബൽ പ്ലാൻസും അവിടെ നമ്മൾ നടത്തിയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ്ങുമാണ്. നിങ്ങൾ PMRDF എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പ്രൈം മിനിസ്റ്റേഴ്സ് റൂറൽ ഡെവലപ്മെന്റ് ഫെലോ. പ്രൈം മിനിസ്റ്റർ റൂറൽ ഡെവലപ്മെന്റ് ഫെലോ എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ആ ഒരു ഈ പ്രൈം മിനിസ്റ്റേഴ്സ് റൂറൽ ഡെവലപ്മെന്റ് ഫെലോ ഇപ്പൊ അട്ടപ്പാടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ വയനാട്ടിൽ ഇപ്പോൾ ഇത്തരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വയനാട്ടിലെ പൈതൃക ഗ്രാമവും അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. സോ അത്തരത്തിലുള്ള കുറച്ചേറെ കാര്യങ്ങളുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അധികം ആൾക്കാർക്ക് വലിയ ഒരു ഐഡിയ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ് ഡീസെൻട്രലൈസ് പ്ലാനിങ്. ദ പോയിന്റ് ഈസ് ഡീസെൻട്രലൈസ് പ്ലാനിങ് പ്ലസ് ഇ ഗവേണൻസ് ഇസ് ഈക്വൽ ടു 20 മാർക്സ്, 20 മാർക്കാണ്. ഡിസിസീവ് ആയിട്ടുള്ള ഡിസൈഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഏരിയ ആയിരിക്കും നമ്മളുടെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇഗ്നോർഡ് മെറ്റീരിയൽസ് ഉണ്ട്, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് തന്നെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള പല കമ്മിറ്റീസിന്റെ സ്റ്റഡി കമ്മിറ്റീസിൻ്റെതായിട്ടുള്ള നോട്ടുകളുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും നമ്മളുടെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൻ്റെതായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ ഗവേണൻസ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഇസ് ഇറ്റ് ഫൈൻ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇന്ത്യൻ പൊളിറ്റി. നമുക്ക് ഒരു 15 മാർക്കിന്റെ ഇന്ത്യൻ പൊളിറ്റി അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എവിടെയുണ്ട്? നമുക്ക് പേപ്പർ 1-ലുണ്ട്. എന്നാൽ പേപ്പർ 2-ല് അവരെടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഒരു കമ്പനി റൂളും ഒരു ബ്രിട്ടീഷ് റൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഇന്ത്യൻ പൊളിറ്റിയുടെ ഫീച്ചേഴ്സും ആ ഒരു ടൈമിൽ ഉണ്ടായ മേജർ ആൻഡ് മൈനർ കൈൻഡ് ഓഫ് ഇവന്റ്സും ലീഡേഴ്സ് ഓഫ് നാഷണൽ മൂവ്മെന്റുമാണ്. ഈ ലീഡേഴ്സ് ഓഫ് നാഷണൽ മൂവ്മെന്റ് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചിരപരിചിതമല്ലാത്ത പല ഏരിയയിൽ നിന്ന്, റാണി ഗൈഡിനുലു പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് ഏരിയയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലായി വരുന്നുണ്ട്. സോ അത്തരത്തിൽ ഈ നാഷണൽ മൂവ്മെന്റിലെ ലീഡേഴ്സ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. കാര്യം അതിൽ തന്നെ മറ്റൊരു കാര്യമാണ് ആർക്കിടെക്ട്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് രണ്ടിലുമുള്ള അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന്, അവരുടേതായിട്ടുള്ള ഈ പറയുന്ന ബുക്കുകളിൽ നിന്ന്, അവരുടെ മാഗസിനുകളിൽ നിന്ന്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കൊട്ടേഷൻസിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി അടുത്തത് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. മെക്കോലെ മിനിറ്റ്സിനായിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻസ് എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള നമ്മളുടെ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഡയാർക്കി എന്താണ്, അല്ലെങ്കിൽ ഡ്യുവൽ ഗവൺമെന്റ് എന്താണ്, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമുക്ക് ആ ഏരിയയിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും സോഴ്സസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത്രയും വന്നു കഴിയുമ്പോൾ ആ സോഴ്സസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെയുള്ള നമ്മളുടെ ലോസ് ഉണ്ടല്ലോ, ഇത് പറയുന്ന റെഗുലേറ്റിംഗ് ആക്ടുകൾ, അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന മിൻഡോ മോർലി റിഫോംസ്, അല്ലെങ്കിൽ മൊണ്ടേ കുച്ചംസ്ഫോർഡ് റിഫോംസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1935-ലെ ആക്ടുകൾ, അത്തരത്തിലുള്ള ഏരിയയിൽ നിന്നും ദെൻ ഓഫ് കോഴ്സ് ഈ ഒരു പേപ്പർ അത് നമ്മളോട് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് എന്തായാലും നമ്മളുടെ ക്ലാസ്സിൽ ഇതിന്റെ ഒരു മിക്സ് ആയിട്ടായിരിക്കും പോകുന്നത്. അത് നമുക്ക് കുറച്ച് എളുപ്പമുള്ള ഇന്ത്യൻ പൊളിറ്റി അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഗവേണൻസിലേക്കും ഡീസെൻട്രലൈസേഷനിലേക്കും അത്തരത്തിലുള്ള ടോപ്പിക്കുകളിലേക്ക് കൂടി നമുക്ക് പോകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നോയൽ സാറിനെ വെൽക്കം ചെയ്യാം. നോയൽ സാർ. മൈസെൽഫ് നോയൽ തോമസ്. ഞാനും UPSC ആൻഡ് PSC പ്രിപ്പറേഷൻ ആസ് വെൽ ആസ് കോച്ചിങ് മേഖലയിൽ ഒരു 5 വർഷത്തോളമായിട്ടുണ്ട്. UPSCയുടെ മെയിൻസ് എക്സാമിനേഷൻ 2 പ്രാവശ്യം എഴുതി. കഴിഞ്ഞ KS മെയിൻസ് എക്സാമിനേഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പർട്ടിക്കുലർ എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഞാൻ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത് മെയിൻലി 2 ടോപ്പിക്സ് ആണ്. ഒന്ന് അർബനൈസേഷൻ, സെക്കൻഡ് വൺ ഇസ് റിലേറ്റഡ് വിത്ത് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ്. ഈ 2 ഏരിയാസ് ആണ് ഞാൻ ഇവിടെ ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫൈൻ. നമുക്ക് 8 മാർക്കിനാണ് ഏകദേശം അർബൻ ഗവേണൻസ് വരുന്നത്. അപ്പൊ ഇതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ KS എക്സാമിനേഷന്റെ ഒരു സിലബസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു കമന്റ് പോലെ ഫീൽ ചെയ്തത്, നമുക്ക് ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലൈക്ക് KS എക്സാമിന്റെ സിലബസിൽ ഒരു വേർഡ് ഉണ്ടായിരുന്നു, ലൈക്ക് എന്താണ് എനർജി മാനേജ്മെന്റ് എന്നോ, അങ്ങനെ സസ്റ്റൈനബിലിറ്റി ഓഫ് എനർജി എന്നോ, അങ്ങനെ റിലേറ്റഡ് എന്തോ ടേം ഉണ്ടായിരുന്നു. അപ്പം KS എക്സാമിന്റെ പ്രിലിംസിന്
അതിന്റെ ഒരു ഡെഫിനിഷൻ ഒക്കെയാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ മേ ബി ആ ഒരു ലെവലിലായിരിക്കും കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ ചോദിക്കാം, അല്ലെങ്കിൽ സ്കീംസ് ചോദിക്കാം. ഓക്കെ, എന്നാലും ഭയങ്കര ഡിഫിക്കൽട്ടി ലെവലൊന്നും ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നിന്ന് വരാൻ സാധ്യതയില്ല. അതൊരു പുതിയ ടോപ്പിക് ആയതുകൊണ്ട് മേ ബി എല്ലാവർക്കും ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു സിലബസ് ഉണ്ട്, അതിൽ പ്രോപ്പർലി ഫോളോ ചെയ്യുവാണെങ്കിൽ ആ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഈ അർബൻ ഗവേണൻസിലേക്ക് വരുമ്പോഴത്തേക്കും ബേസിക്കലി അർബനൈസേഷൻ എന്ന് പറയുന്ന ഇന്നൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ ഒരു ട്രെൻഡ് ഓഫ് അർബനൈസേഷൻ ഉണ്ട്, നമ്മൾ അതിനെ വിളിക്കുക ടോപ്പ് ഹെവി അർബനൈസേഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. നമുക്കറിയാം കുറച്ച് വൻ നഗരങ്ങളുണ്ട്, നമുക്ക് ഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്, അല്ലെങ്കിൽ ചെന്നൈ ഉണ്ട്. ഇങ്ങനെയുള്ള വൻ നഗരങ്ങളിലാണ് പോപ്പുലേഷൻ കൂടുതൽ അല്ലെ. എന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിനാനുപാതികമായിട്ടുള്ള ചെറിയ നഗരങ്ങളുടെ അളവ് നമുക്ക് കുറവാണ്. നമ്മുടെ കണക്കുകൾ പറയുന്ന ലൈക്ക് നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം 100 വർഷം കഴിയുമ്പോഴത്തേക്കും 2047 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു 70% ഓഫ് ദ പീപ്പിൾ വിൽ ബി ലിവിങ് ഇൻ അർബൻ ഏരിയാസ്. അർബൻ ഏരിയാസിലായിരിക്കും 70% പോപ്പുലേഷനും ജീവിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പ്ലാൻഡ് ആയിട്ട് ഈ അർബനൈസേഷൻ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നങ്ങൾ? ഒരുപാട് ദൂഷ്യവശങ്ങൾ ഉണ്ടാവും. കുറെയൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ കാണുന്നതാണ് അല്ലെ. നമ്മൾ അർബൻ ഫ്ലഡ്സ് എന്ന് പറയുന്ന ഇവന്റ്സ് കാണുന്നുണ്ട് അല്ലെ. നഗരങ്ങളിലൊക്കെ മഴ പെയ്ത് കഴിയുമ്പോൾ മൊത്തം വെള്ളത്തിലാവുന്നുണ്ട്. ഇപ്പൊ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ നമുക്ക് സ്ലംസ് ഉണ്ട് അല്ലെ. പല ലോക നേതാക്കളും വരുമ്പോൾ നമ്മൾ അതൊക്കെ നാണക്കേടാണ്, നമ്മൾ മറച്ചു കെട്ടിയാണ് പോകുന്നത്. പക്ഷെ അത് റീഹാബിലിറ്റേറ്റ് ചെയ്യാനോ റീബിൽഡ് ചെയ്യാനോ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. സോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് എമർജിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നോക്കുന്നത്. നമുക്കറിയാം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കുറെ സ്കീംസ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പം നാഷണൽ ലെവലിലാണെങ്കിൽ നമുക്ക് നമുക്ക് സ്മാർട്ട് സിറ്റി പ്രോഗ്രാം ഉണ്ട് അല്ലെ. സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. നമുക്ക് സ്വച്ഛ് ഭാരത് മിഷൻ ഉണ്ട്, അതിനൊരു അർബൻ എലമെന്റ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഹൗസിംഗ് ഒരു ഭയങ്കര ഇഷ്യൂ ആണ്, പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സംസ്ഥാന തലത്തിലും പല സ്കീംസും സ്റ്റേറ്റ് ഗവൺമെന്റും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ അർബൻ ഗവേണൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ബേസിക്കലി നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഈ അർബൻ ഗവേണൻസ് വരുമ്പോൾ സിറ്റിസൺസിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അതാണ് സിറ്റിസൺ സർവീസസ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു അർബൻ ഗവേണൻസ് നടത്തപ്പെടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി അർബൻ ഗവേണൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ബേസിക്കലി നമുക്ക് വരിക. ഓക്കെ, ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇപ്പൊ ഇത് ഏകദേശം നമുക്ക് 12 മാർക്സ് വരുന്ന ഏരിയ ആണ്. ഇത് തൊട്ട് മുമ്പ് സംസാരിച്ച അരുൺ ശശി സാർ എടുത്തിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു മൊഡ്യൂളാണ് ആക്ച്വലി ഈ ഒരു മൊഡ്യൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനകത്ത് യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ അർബൻ ഗവേണിംഗ് ബോഡീസ്, അതുപോലെ തന്നെ ലോക്കൽ റൂറൽ ഗവേണിംഗ് ബോഡീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാകും. ഓക്കെ, ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് ഈ വർക്ക് ചെയ്യുന്ന ഈ ഒരു സംഭവത്തിനെ എങ്ങനെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകാം, എങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകാം, അതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നോക്കുന്നത്. ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? താഴെ തട്ടിൽ നിന്നുള്ള അല്ലെ, ഫ്രം ദ ബോട്ടം, അവിടെ നിന്നുള്ള ഡെവലപ്മെന്റിലേക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിരിക്കണം നമ്മൾ നടപ്പിലാക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ വേണ്ടി പറ്റും? അപ്പൊ അതിനകത്ത് ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് ഓഫ് ദ സൊസൈറ്റിനെ ഇൻക്ലൂഡ് ചെയ്യണം. ആരൊക്കെയായിരിക്കും? സ്ത്രീകളുണ്ടാവും, വൃദ്ധരുണ്ടാവും അല്ലെ, അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഇതിനകത്ത് ട്രൈബൽസിന്റെ കാര്യം പറയുന്നില്ല, LGBTQ കമ്മ്യൂണിറ്റിന്റെ കാര്യം പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? അതായത് ജെൻഡർ ബജറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം, സ്ത്രീകളുടെ പോയിന്റ് ഓഫ് വ്യൂവില് ഓക്കെ, ബേസിക്കലി ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ജെൻഡർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ബജറ്റിങ്ങിന്റെ ആവശ്യകത, ഓക്കെ, ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, അവർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് അല്ലെ, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? ജെറിയാട്രിക് കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ജെറിയാട്രിക് ആ വേർഡ് ദാറ്റ് ഡിനോട്ട്സ് ദ ഏജ്ഡ് പോപ്പുലേഷൻ. നമുക്ക് ഇന്ത്യയിൽ ഏകദേശം നമ്മുടെ
പോപ്പുലേഷന്റെ ഒരു 8% ആളുകളും വൃദ്ധരാണ്. ഓക്കെ, നമ്മള് ഇപ്പോൾ ബോസ്റ്റ് ചെയ്ത് പറയുന്നത് എന്താണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു യങ് കൺട്രി ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ആവറേജ് ഏജ് ഏകദേശം 40-നും താഴെയാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ലൈക്ക് പോപ്പുലേഷന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റീപ്ലേസ്മെന്റ് ലെവലിൽ ഏകദേശം നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആളുകൾക്ക് ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവരെയും കൂടെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലൈക്ക് ഇങ്ങനെ ഇവരെ കൊണ്ടുവരുമ്പോൾ പല ലൈക്ക് എങ്ങനെയാണ് നമ്മുടെ റൂറൽ എക്കണോമി ആയിട്ട് ഇവരെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഓക്കെ, റൂറൽ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെ സാധ്യമാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എന്തൊരു പോളിസി പ്ലാൻ ചെയ്യണമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും നമുക്ക് എന്താ വേണ്ട, ഡേറ്റ വേണം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡേറ്റാ ബേസസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ആക്ച്വലി ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് ഡീപ്പായിട്ടൊന്നും ടോപ്പിക്കിലേക്ക് പോകാൻ സാധ്യതയില്ല. നമുക്ക് ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസും സ്കീംസും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെൻട്രൽ ലെവലിലും നാഷണൽ ലെവലിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലും ഉള്ള സ്കീംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. So moving to Adira ma'am. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഒരു ആദ്യ പടി എന്നുള്ള നിലയിൽ പ്രിലിംസ് എല്ലാവരും കടന്നതിൽ സന്തോഷം. ഇത്രയും ടോപ്പിക്കുകൾ കണ്ടതിൽ ഓക്കെ, എക്കണോമി നോക്കുമ്പോൾ ശരിക്കും ഒരു സമാധാനമുണ്ട്. കാരണം നിങ്ങൾ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യൻ എക്കണോമി ടോപ്പിക്കിനകത്തുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ പ്രിലിംസിന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. എന്താ ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ, ഇന്ത്യൻ എക്കണോമി ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ, അതായത് ഒരു എക്കണോമിക് ഹിസ്റ്ററിയാണ്. അതായത് ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു, അതിനുശേഷം എങ്ങനെയായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്ലാനിങ്ങുകൾ നടന്നത്. അപ്പോൾ ഈ പ്ലാനിങ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അരുൺ സാർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആ ഒരു ഭാഗവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ടോപ്പിക്കുകളാണ് ഇവിടെയും വരുന്നത്. അപ്പം നിങ്ങളിതെല്ലാം പഠിക്കുമ്പോഴാണെങ്കിലും ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാതെ എല്ലാം ഒരേപോലെ ചേർത്ത് വെച്ചിട്ട് പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഈ എക്കണോമിയിലുള്ളത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 5 ഇയർ പ്ലാനുകൾ, ലിബറലൈസേഷൻ, പിന്നെ അതേപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, എക്കണോമിയിൽ ചോദിക്കുന്ന കൂടുതൽ പോർഷനും സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അതായത് ഇതിനകത്തൊരു 80% കാര്യങ്ങളും സ്റ്റാറ്റിക് പോർഷൻസ് ആണ്. ഈ സ്റ്റാറ്റിക് പോർഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ അജ്മൽ സാറ് പറഞ്ഞു ഒരു 40 മാർക്ക് നമുക്ക് ഈ പേപ്പറിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്ക് 15 മാർക്കാണ്. ഈ 15 മാർക്കിൽ നിന്നുള്ള ടോപ്പിക്കുകളും വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു പാറ്റേൺ ഓഫ് ചോദിക്കുന്നത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഡെപ്തിൽ തന്നെ ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 ഇയർ പ്ലാൻസ് ഒക്കെ നല്ല പച്ചവെള്ളം പോലെ നമുക്ക് എല്ലാം അറിയാം. അതേപോലെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഒരു എക്കണോമിക് ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ പോയാലും നമുക്കൊരു എത്ര മാർക്കാണ്, ഒരു 12 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി 3 മാർക്ക് ഒരു കണ്ടിജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഫുൾ മാർക്കും പറയാത്തത്. എന്നാൽ പോലും 15-ൽ ഒരു 13 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് ഇവിടെ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റിക് പോർഷനിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ മാർക്ക് അവിടെ അഷ്യൂർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം ഈ 5 ഇയർ പ്ലാൻസ് ആണെങ്കിലും എല്ലാം വളരെ കോമൺ ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ നിങ്ങൾ പഠിച്ച് പരിചയമുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അതൊന്നുകൂടെ ഇൻഡെപ്തിലൊന്ന് പഠിക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഒരു ഏരിയ പോലും മിസ്സായിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കുക. അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം അറിയാവുന്ന ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിനകത്ത് ഓരോന്നെടുത്ത് പറയാത്തത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഈ പ്ലാനിംഗ് കമ്മീഷനും 5 ഇയർ പ്ലാൻസുകളും നീതി ആയോഗും പോലെയുള്ള കാര്യങ്ങളായിരിക്കും. കാരണം അവിടെ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള ഒരു സ്കോപ്പുള്ള ഒരു ഏരിയയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഏരിയ വളരെ ഫോക്കസ് ചെയ്ത്
പഠിച്ചു പോകണം. അതാണ് എക്കണോമി. എക്കണോമിയിൽ എന്താണെങ്കിലും ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല. കാരണം വളരെ നല്ല രീതിയിലുള്ള ഒരു സിലബസ് പാറ്റേൺ ആണ്. 15 മാർക്ക് അവിടെ ഉണ്ട്. അത് 15ൽ 13 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്ടർ കയറി വരണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ആ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അത് ആ ഒരു ഭാഗമായിരിക്കും നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് കണക്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ബാക്കി എല്ലാം സ്റ്റാറ്റിക്കാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പം നല്ല ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, റൂറൽ ഡെവലപ്മെൻറ്റിനും നല്ല വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്കാണ്. 15 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ്. അപ്പോൾ ഈ ഒരു ഏരിയ മാത്രം നമ്മൾ മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചതായിട്ടോ അങ്ങനെ നമുക്ക് വലിയ ഫെമിലിയാരിറ്റി ഇല്ലാത്തൊരു ടോപ്പിക്കായിരിക്കും റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കിയാൽ, റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ ഉണ്ട്, റൂറൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഇന്ത്യ ഡ്യൂറിങ് പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, പിന്നെ അതേപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട. കാരണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്റ്റാറ്റിക് പഠിക്കാനുണ്ട്. ലൈക്ക് റൂറൽ ഡെവലപ്മെൻറ്റ് എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, റൂറൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ്, അങ്ങനെ കുറേ തിയറി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റാറ്റിക് പോർഷൻ ഉണ്ട്. എന്നാൽ ബാക്കി കുറേ പോർഷൻസ് ഇപ്പം എന്താണ് ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പോർഷൻ മുതൽ നമുക്ക് പഠിക്കാനുള്ളത് സ്കീമുകളാണ്. ഇപ്പം എന്ത് സ്കീമുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട റൂറൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്കീമുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നോയൽ സാറ് മെൻഷൻ ചെയ്ത പോലെ ആവാസ് യോജന, പിന്നെ അതേപോലെ PM കിസാൻ്റെ സ്കീമുകൾ, പിന്നെ സ്വച്ഛ് ഭാരത് മിഷൻ റൂറൽ, അങ്ങനെ ഒരുപാട് സ്കീമുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ എല്ലാ സ്കീമുകളും ഒന്നും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 6 മാസം പുറകിലേക്ക്, ഇപ്പോൾ പരീക്ഷ നടക്കാൻ പോകുന്ന ഒരു എസ്റ്റിമേറ്റ് മന്ത് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലേക്ക് ഒരു 6 മാസം, ഇനിയിപ്പോൾ അതിലും കൂടുതൽ നമുക്ക് പഠിക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈ വർഷം, അതായത് ജനുവരി മുതൽ ന്യൂസിൽ വന്നിട്ടുള്ളതായിട്ടുള്ള സ്കീമുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഇപ്പം എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു ഓർഗനൈസേഷനുമായിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം, എന്തെങ്കിലും ഒരു കാരണവശാൽ പിന്നെ ഏതെങ്കിലും വാർത്തയിൽ വന്നു പോയിട്ടുള്ള ഈ 6 മാസത്തിനിടയ്ക്ക് വന്നു പോയിട്ടുള്ള സ്കീമുകൾ, അതിന് പ്രത്യേകമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുക. ഇപ്പം സ്കീമുകളൊന്നും അധികം പേരും പഠിച്ചിട്ടുണ്ടാവില്ല. ഈ റൂറൽ ഡെവലപ്മെൻറ്റിന് സ്കീമുകൾ പഠിക്കുക എന്നുള്ളത് ഇപ്പം നമുക്ക് പിന്നെ മറ്റ് എക്സാമുകൾ, ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ RBI, നബാർഡ് പോലെയുള്ള റൂറൽ പോസ്റ്റിങ്ങുകൾ, ഇപ്പം നബാർഡിനൊക്കെ റൂറൽ ഏരിയാസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അതിന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനൊരു പോർഷനുണ്ട് നബാർഡ് പോലത്തെ എക്സാമുകൾക്ക്. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വർക്കിൻ്റെ നേച്ചറും ആ രീതിയിലുള്ള അല്ലെങ്കിൽ റൂറൽ ആളുകളെ ആയിരിക്കും നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റൂറൽ ഏരിയ ഡെവലപ്മെൻറ്റിനെ പറ്റി പഠിക്കേണ്ടത്. ഇപ്പോൾ ഈ LSGയുടെ പരീക്ഷയ്ക്കാണെങ്കിലും നമ്മൾ പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ പദ്ധതികൾ നിലവിലുണ്ട്, അത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പദ്ധതികൾ എന്തൊക്കെയുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ എന്തൊക്കെയുണ്ട്, ആ രീതിയിൽ നമ്മൾ അതിനെ വളരെ ഇൻക്ലൂസീവായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്കീമുകൾ പഠിക്കേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ് എന്ന് പറയുമ്പോഴത്തേനും, എത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്തു, ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ബെനിഫിഷ്യറീസ് വരുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാനുണ്ടായിരിക്കും. പക്ഷേ എന്തുമാത്രം ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, പഠിച്ചത് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിലായിരിക്കും ഇതിൻ്റെ ഒരു എഡ്ജ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. ഇത് കൂടാതെ സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ, അതായത് റൂറൽ ഏരിയ പോപ്പുലേഷൻ, അവിടെ തന്നെ എത്ര മെയിൽ ഫീമെയിൽ ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് ഏരിയ, റൂറൽ ഏരിയാസിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ കവർ ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഈ പോർഷൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ സ്കീമുകളൊക്കെ നമ്മളിപ്പോൾ എങ്ങനെയാണ് 6 മാസത്തെ സ്കീമുകളൊക്കെ കമ്പൈൽ ചെയ്യാൻ നോക്കിക്കഴിയുമ്പോൾ നമ്മളൊരു നല്ല മെറ്റീരിയൽ കണ്ടെത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് PIB എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്കീമുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത് പഠിക്കേണ്ട ടെൻഷനിൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ല പഠിക്കാനുള്ളത്, എല്ലാം പഠിക്കണം. അതിനിടയ്ക്ക് പെട്ടെന്ന് PIBയിൽ പോയിട്ട് സ്കീമുകൾ എല്ലാം എഴുതിയെടുത്ത് നോട്ടുണ്ടാക്കി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ടാസ്ക്കാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് റിലേബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പം നമ്മുടെ മിസ്റ്റ് പോലത്തെ മാഗസിനുകളിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ അതുപോലത്തെ മെറ്റീരിയൽ വാങ്ങി നിങ്ങൾ അതിനകത്തുനിന്ന് സ്കീമുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിന് അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഈ റൂറൽ ഡെവലപ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 15 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഇതിനെ സമീപിച്ചാൽ മതി.
എന്താ ഇതിനകത്താണെങ്കിൽ എങ്ങനെ പോയാലും 10 മാർക്കിന് മേലെ നമുക്ക് മിനിമം 10 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. അതായത് നല്ല രീതിയിൽ ഇപ്പം നമ്മളൊരു ജോലിക്കാരി അല്ലെങ്കിൽ ജോലി കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ തന്നെ സ്കീമുകൾ പഠിക്കുക. കാരണം ഓക്കെ, ഇന്നൊരു സ്കീം നമ്മുടെ നാട്ടിലുണ്ട്, ഓക്കെ ഇത് പഠിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സാധ്യതകളെ പറ്റി അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്കീം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആൾക്കാരെ സേവിക്കാൻ പറ്റുന്നത്, സർവീസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ പ്രാക്ടിക്കലി ഇതിനെയൊക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് പഠിക്കുന്നതും വളരെ രസകരമായിരിക്കും. നമുക്ക് ആ ഒരു എഫേർട്ട് ഇല്ലാതെ തന്നെ പഠിക്കാൻ പറ്റും. അങ്ങനെ വളരെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതും കണക്റ്റഡ് ആണ്, മറ്റെല്ലാ ടോപ്പിക്കുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ടോപ്പിക്കാണ്. ഒന്നും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കല്ല. മെയിൻസിലെ എല്ലാ ടോപ്പിക്കും ഈ പറയുന്ന പോലെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന ടോപ്പിക്കാണ്. അപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ എക്കണോമിയിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും 13 മാർക്കും നമുക്ക് റൂറൽ ഡെവലപ്മെൻറ്റിൽ നിന്ന് 10+ മാർക്ക് വാങ്ങിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും നമ്മൾ പഠിക്കും. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോളുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അരുൺ സാർ. സാർ, നമുക്കിനി ഈ പേപ്പർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ടോപ്പിക് കൂടെ ഉണ്ടല്ലേ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, ഡെമോക്രാറ്റിക് മാർക്കിന് ഒരു ടോപ്പിക് ഉണ്ട്. പക്ഷേ ടോപ്പിക്ക് അന്നേരം നമ്മൾ പറയാതെ വിട്ട എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ നമ്മളുടെ നോയൽ സാർ പറഞ്ഞത് കേട്ടു, അതുപോലെ തന്നെ അതിർ പറഞ്ഞത് കേട്ടു. ഇവരെല്ലാവരും പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളുടെയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിന്റെയും കൂടി ഒരു മിക്സ്ചറാണ് ഈ ഒരു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. കാരണം എന്താ വെച്ചാൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഡെമോക്രസി ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡീസെൻട്രലൈസേഷൻ. നമ്മൾ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണമാണ്. സോ ആ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങുകൾ, നമുക്ക് ഈ പറയുന്ന പലതരത്തിലുള്ള പ്ലാനിങ്ങുകൾ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ ആ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനിലേക്ക് ഇന്ത്യ വന്നത് എങ്ങനെയാണ്. ഞാനൊരു ഏൻഷ്യന്റ് ഇന്ത്യയിൽ നമ്മൾ നോക്കാവുന്നുണ്ടെങ്കിൽ ഗ്രാമാണി, വിസ്, വിതാത്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലതരത്തിലുള്ള സോഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റാസ് ഉണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ള സ്റ്റാറ്റസിൽ ഈ പഴയ പഞ്ചായത്ത് രാജ് സിസ്റ്റം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഏർലി വേദിക് പീരീഡിലേക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളും നമുക്ക് നോക്കാനുണ്ട്. ദെൻ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനിലേക്കുള്ള പലതരത്തിലുള്ള മേജർ ലെജിസ്ലേഷൻസും 74th അമെൻമെന്റ് ആർട്ടിക്കിൾ 243A to 243O എന്ത് ചെയ്യാനുണ്ടാവും, ഒന്ന് നോക്കാനായിട്ട് ഉണ്ടാവും. ദെൻ ഫൈനലി നമ്മളുടെ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആ ഒരു സ്ട്രക്ചർ, ഒരു 3 ടയർ സ്ട്രക്ചറിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണ്. ആൻഡ് ഫൈനലി അർബൻ ലോക്കൽ ഗവേണൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോയൽ സാർ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു അവിയൽ ടോപ്പിക്കാണ് നമ്മളുടെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും ഇതിലേക്കുള്ള എന്ത് കിട്ടും, ഇൻപുട്സ് നമുക്ക് കിട്ടും. സോ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകേണ്ട തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളുടെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നൗ ഇനി നമുക്ക് സിലബസിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഏകദേശ ധാരണയായിട്ടുണ്ടാവും. ഇനി വേണ്ടത് നമുക്കിത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അതായത് ആര് പഠിപ്പിക്കും, എങ്ങനെ ഇത് പഠിക്കും, എവിടെ നിന്ന് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കും, എങ്ങനെയാണ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തത്. അപ്പൊ ഷുവർ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു 3 മാസത്തെ പീരീഡിനുള്ളിൽ കവർ ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഓഫ് കോഴ്സ് യു നീഡ് സം അസിസ്റ്റൻസ്. അപ്പം നമ്മളുടെ കോഴ്സിന്റെ ഡീറ്റെയിലും അതേപോലെ തന്നെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഡീറ്റെയിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിന്റെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഞാൻ ഡയറക്ടർ അസിൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഫ്രണ്ടിലിരിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ്. പേപ്പർ 2ന്റെ ബുക്കാണ്. അതിനകത്ത് പ്രൈസ് ഒന്നും നോക്കണ്ട, ചെറിയ കറക്ഷൻ ഉണ്ട്, ഫൈനലൊന്നും ആയിട്ടില്ല. അപ്പം നിങ്ങൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സിലബസ് വന്നതിന് ശേഷം നമ്മളുടെ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത് അവസാനം ഈ ബുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അധ്യാപകർ എല്ലാം നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് സെഷനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് എല്ലാം സംസാരിച്ചു. കുറേ അധികം സ്റ്റുഡൻസ് നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെ പഠിക്കണം, സിലബസ് പോലും അറിയാത്ത കുട്ടികളുണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഇത് പഠിക്കും, UPSC ആസ്പിറൻസ് പോലും അവർക്ക് ഈ ടോപ്പിക് എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല. അതുപോലെ തന്നെ PSC ആസ്പിറൻസ്. അപ്പോൾ അവരോടെല്ലാം നമ്മൾ പറഞ്ഞത് നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കും, നിങ്ങൾക്ക് അതിനകത്തൊരു വ്യക്തത ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ഡൗട്ട് കുറെ ഏറെ മാറിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു പേടി, എങ്ങനെ പഠിക്കുമെന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഏകദേശം മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 10-ാം തീയതിയാണ്. 10-ാം തീയതി നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
കാരണം നിങ്ങളുടെ അധ്യാപകരെല്ലാം ദൂരെ നിന്ന് വന്നാണ് ക്ലാസ്സസ് എടുക്കുന്നത്. നമ്മുടെ സെഷൻസ് എന്ന് പറയുന്നത് 10 മണി മുതൽ 1 മണി വരെയുള്ള സെഷൻസ് ആയിട്ടും 10 മണി മുതൽ 5 മണി വരെയുള്ള സെഷൻസ് ആയിട്ടായിരിക്കും ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത്. അതായത് 6 മണിക്കൂർ വീതമുള്ള സെഷൻസ് ഒക്കെ ആയിരിക്കും പല ദിവസങ്ങളും ക്ലാസ്സസ് വരിക. ക്ലാസ് നമ്മൾ 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നവംബറിലേക്ക് കടക്കാതെ ഒക്ടോബർ അവസാനം ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് നിങ്ങളെ എക്സാമിന് നല്ല രീതിയിൽ സജ്ജീകരിച്ച് എക്സാം ഹാളിലേക്ക് വിടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് കൂടാതെ ഇതിന്റെ കൂടെ സെപ്റ്റംബർ 12-ാം തീയതി മുതൽ മെയിൻസിന്റെ ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നുണ്ട്. ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ 15 ടെസ്റ്റാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 3 ഫുൾ ടെസ്റ്റും സബ്ജക്ട് വൈസ് ടെസ്റ്റാണ് ബാക്കി വരുന്നത്. 6 പേപ്പർ 1 ടെസ്റ്റും 6 പേപ്പർ 2 ടെസ്റ്റും 3 ഫുൾ ടെസ്റ്റുമാണ് വരുന്നത്. ഇത് സെപ്റ്റംബർ 12 അതും തുടങ്ങി നമ്മൾ ഒക്ടോബറിലാണ് അതും കംപ്ലീറ്റ് ചെയ്യുന്നത്. കാര്യം നമുക്ക് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പഠിച്ചാലും നമുക്ക് വേണ്ടത് റിവിഷനാണ്. നമ്മൾ കൂടുതൽ കണ്ടന്റ് പഠിച്ചിട്ടോ കൂടുതൽ ബുക്ക് റിഫർ ചെയ്തിട്ടോ കാര്യമില്ല. നമുക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ ഉണ്ടാകണം, നമുക്ക് ഇത് ഓർമ്മയുണ്ടാകണം, നമുക്ക് എക്സാം ഹാളിൽ അത് എഴുതി അല്ലെങ്കിൽ അത് ബബിൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് വേണ്ടത് പ്രാക്ടീസ്, റിവിഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പം ടെസ്റ്റ് സീരീസ് അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. 10-ാം തീയതി തുടങ്ങുന്ന ക്ലാസ്സിന് ഓരോ വീക്കിലും ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ ക്ലാസ് ടെസ്റ്റിന് ഒരു ഡിസ്കഷൻ ഉണ്ടാകും. അരുൺ സാർ ഇതിന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന്. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓഫ്ലൈൻ ക്ലാസ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പുളിമൂടാണ്, ട്രിവാൻഡ്രം പുളിമൂട്. രാവിലെ 8 മണിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആയി രാത്രി 12 മണി വരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ ആ ടൈമിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു കോഴ്സ് എന്നതിനുപരി ഒരു കൂട്ടായ്മ പോലെ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന് ഒരു കൂട്ടായ്മ പോലെ ഡിസ്കഷൻസും മെന്റർഷിപ്പും അതുപോലെ ടെസ്റ്റ് സീരീസ്, ക്ലാസ്സസ്, റിവിഷൻസ് അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. എല്ലാവരും ആ രീതിയിൽ തയ്യാറായിട്ട് വേണം അഡ്മിഷൻ എടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഓൺലൈൻ പ്രിഫർ ചെയ്യാവുന്നതാണ്. കാര്യം ഓൺലൈൻ ഗൂഗിൾ മീറ്റ് സെഷൻസ് ആണ്, ലൈവ് സെഷൻസ് ആണ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ അവർക്ക് റെക്കോർഡഡ് വീഡിയോസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കോഴ്സിന്റെ ഫീസ് ഞാൻ പറയാം. 7000 രൂപയാണ് കോഴ്സിന്റെ ഫീസ് വരുന്നത്. പേപ്പർ 2 മാത്രമായിരിക്കും ക്ലാസ്സസ് ഉണ്ടാകുക. പേപ്പർ 1ന്റെ നിങ്ങൾക്ക് സെലക്ടഡ് സബ്ജക്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള സബ്ജക്റ്റുകളോ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിലോ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും സെയിം ഫീസാണ്. നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാലും ആ റെക്കോർഡഡ് വീഡിയോ ഉപയോഗിച്ചിട്ട് ആ കുട്ടിക്കും അത് കാണാൻ പറ്റും. 2 ആക്സസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഈ മിസ്റ്റിന്റെ ബുക്കിനെ ബേസ് ചെയ്ത് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉടനെ തന്നെ നമ്മൾ അറിയിക്കുന്നത്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. പ്രിയാമ്പിൾ PSC എന്ന ടെലിഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ലഭിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും അതിനകത്ത് ലഭിക്കുന്നതാണ്. മറ്റൊരു ഇൻസ്ട്രക്ഷനും കൂടെ ഉള്ളത്, ഇപ്പൊ സാർ ഇവിടെ ടെലഗ്രാം ചാനലിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് മിസ്റ്റ് വരുന്നത് ജൂലൈയുടെ സെലക്ട് ടോപ്പിക്സ് വരെ ആയിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതായത് ജൂൺ വരെയുള്ള സമഗ്രമായിട്ടുള്ള അവലോകനമാണ്. ദെൻ മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി ന്യൂസ് അനാലിസിസ് നമുക്ക് പ്രിയാമ്പിൾ PSCയുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ പരീക്ഷയ്ക്ക് വേണ്ടി വരുന്ന ഇനി വരാൻ പോകുന്ന മാസത്തെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ തുടങ്ങിയ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ബുക്കായിട്ട് അവൈലബിൾ ആവില്ല. അത് നിങ്ങൾക്ക് PDFs ആയിട്ടൊക്കെ ടെലഗ്രാം ചാനലിൽ അല്ലെങ്കിൽ ഡെയിലി ന്യൂസ് അനാലിസിസ് എന്നുള്ള രീതിയിൽ ടെലഗ്രാം ചാനലിൽ ഉണ്ടാവും. അത് ഇപ്പോൾ തന്നെ ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുന്നവർ ഇന്ന് മുതൽ തന്നെ ആ ഒരു ടോപ്പിക്കുകൾ അങ്ങനെ തന്നെ കവർ ചെയ്യുക. ക്ലാസ്സുകളിൽ അത് കവർ ചെയ്ത് പോകും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ഒരു മൊമെന്റ് വരെ വെയിറ്റ് ചെയ്യാതെ നമ്മളുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് അത് ഇപ്പോൾ ലൈവായിട്ട് തന്നെ അല്ലെങ്കിൽ ഡെയിലി എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ തന്നെ നിങ്ങൾ അനലൈസ് ചെയ്ത് പോവുക. നമുക്ക് ബേർഡൻ കുറച്ചുകൂടി കുറഞ്ഞിരിക്കും. അപ്പം ചാനലിൽ ഭാഗമല്ലാത്തവർ അങ്ങനെ അതുകൂടി ഭാഗമായാൽ നിങ്ങൾക്ക് റിമൈനിങ് കറണ്ട് അഫയേഴ്സ് കൂടി അവൈലബിൾ ആവും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഇത് മിസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത് മലയാളത്തിലാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ഇംഗ്ലീഷിലും നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേജ്, ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ഇംഗ്ലീഷ് ന്യൂസുകളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം രണ്ടും വേണ്ടവർ 2 ചാനലിന്റെയും ഭാഗമാവുക. നിങ്ങൾക്ക് 2 രീതിയിലും വായിക്കാവുന്നതാണ്. അത് ഡെയിലി PDFs അവൈലബിൾ ആണ്. അത് പ്രിന്റ് ഔട്ട് എടുത്ത് പഠിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഡെയിലി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാം. എന്നിരുന്നാലും ഈ പറയുന്ന ദിവസങ്ങളിൽ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ മാസങ്ങളിലെ, ഈ നമ്മൾ പഠിക്കുന്ന മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അങ്ങനെ വേണം കവർ ചെയ്യേണ്ടത്. അതിന് നമുക്ക് ബുക്സ് അവൈലബിൾ ആവില്ല. ഐ തിങ്ക് ഒരു ക്ലാരിറ്റി ഒക്കെ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. റിമൈനിങ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മളുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അധ്യാപകരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ സെഷനിന് നമ്മൾ അധികം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതല്ല ഇനി നാളെ മുതൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് പഠിക്കുന്ന സമയത്തൊക്കെ വരുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് ഈ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളുക. അതേപോലെ തന്നെ നമ്മളുടെ ഭാഗമായിട്ട് നമ്മളുടെ വെബിനാറിനെ പങ്കെടുത്ത നമ്മളുടെ അധ്യാപകർ, അവർക്ക് ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ജോയിൻ ചെയ്ത കുട്ടികൾക്കും ലീവ് ചെയ്യാം. ആൻഡ് അഗെയിൻ നോയൽ സാർ, ആതിര മാം ആൻഡ് അരുൺ സാർ, താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് Preamble, attending this webinar. Thank you all.